ഹായ് ഹലോ. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു ഉള്ളിപ്പുട്ടാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണേ, എന്നാൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ കേട്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും, കാരണം ഇത് കഴിക്കുമ്പോൾ നമുക്ക് എക്സ്ട്രാ കറിയുടെ ആവശ്യം ഉണ്ടാവില്ല. അത്രയും ടേസ്റ്റിയാണ്, അത്രയും ഹെൽത്തിയാണ്. എൻ്റെ മോള് പൊതുവെ പച്ചക്കറിയൊന്നും കഴിക്കാത്ത ആളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒത്തിരി ഇഷ്ടമായി കേട്ടോ മോൾക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഞാൻ കുറച്ച് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. സാധാ പുട്ടുപൊടി നമ്മൾ കടയിൽ നിന്ന് മേടിച്ച കേട്ടോ. എൻ്റെ പുട്ടുപൊടി കഴിഞ്ഞതുകൊണ്ട് ഞാൻ കടയിൽ നിന്ന് മേടിച്ച് നമ്മൾ സാധാരണ കുഴയ്ക്കൂലേ, പുട്ടിന് കുഴയ്ക്കുന്ന പോലെ തന്നെ നമ്മൾ കുഴച്ചെടുക്കണം. വ്യത്യാസമൊന്നുമില്ല, സാധാ പുട്ടിന് കുഴയ്ക്കുന്ന പോലെ ആ ഒരു പരുവത്തിൽ തന്നെ കുഴച്ചെടുക്കാം. എന്നിട്ട് നമ്മളിത് അടച്ച് വെക്കണം കുറച്ച് നേരം. ഇതിന് ശേഷം നമുക്കൊരു കടായി അടുപ്പത്ത് വയ്ക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് എണ്ണ ചൂടാവുമ്പോൾ ഒരു 15 ഉള്ളിയോളം അരിഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഏകദേശം വഴണ്ട് വരുമ്പോൾ നമുക്ക് ഒരു 3-4 പച്ചമുളക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. അത്യാവശ്യം എല്ലാം നന്നായി വഴറ്റി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 3-4 വറ്റൽ മുളക് പൊട്ടിച്ചത്, കുഞ്ഞതായിട്ട് പൊട്ടിക്കലാണെങ്കിൽ ചതച്ചായാലും ഇട്ടാൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നോടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു ക്യാരറ്റ്, അല്ലെങ്കിൽ ഒരു ഹാഫ് മതിയാവും. ഇത് അത്യാവശ്യം വലിപ്പമുള്ള ക്യാരറ്റായിരുന്നു എടുത്ത്. ഞാൻ ഇത് തോരനായിട്ടും കുറച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. അതിന് വേണ്ടിയാട്ടോ ഞാൻ ഒരെണ്ണം എടുത്തത്. ഒരു ഹാഫ് ഇട്ടാലും മതി കേട്ടോ. ക്യാരറ്റ് പുട്ടിന് വേണ്ടി ഒരു ഹാഫ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ അത് ഒരുപാട് അങ്ങോട്ട് വേവേണ്ട ആവശ്യമില്ല. നമ്മൾ ചെറുതായിട്ടൊന്ന് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റൊക്കെ മതിയാവുമായിരിക്കും. ഇതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ ചിരവി ഇട്ട് ഒരു പച്ചമണം എല്ലാം മാറുന്നോടെ വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഒരു പിടി മുരിങ്ങയില ഇട്ട് കൊടുക്കാം. ഒരുപാട് വഴറ്റേണ്ട ആവശ്യമില്ല മുരിങ്ങയില, അതിൻ്റെ ഫ്രഷ്നെസ് ഒന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മളിത് ഇങ്ങനെ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു തോരനായിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഒരുപാട് പച്ചക്കറികളും ഇലക്കറികളൊക്കെ ആഡ് ചെയ്ത് നമുക്ക് പുട്ട് മര്യാദയ്ക്ക് കിട്ടില്ല. ആവശ്യത്തിന് മാത്രമേ യൂസ് ചെയ്യാവൂ കേട്ടോ. പുട്ട് കുത്തുമ്പോഴൊക്കെ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മൾ ഈ കുഴച്ച് വെച്ച ഈ പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഡ്രൈ ആയിരിക്കും ചിലപ്പോൾ. അത് കുറച്ച് വെള്ളം തെളിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതിൻ്റെ കട്ടയൊക്കെ കളഞ്ഞ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി. വളരെ ടേസ്റ്റിയാണ്, വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ ഹെൽത്തിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണേ ഫ്രണ്ട്സ്. ഇത് നമ്മൾ ഒന്ന് പിടിച്ച് നോക്കണം. നമ്മൾ സാധാരണ പുട്ടിന് പിടിച്ച് നോക്കില്ലേ, അതുപോലെ പിന്നെ പിടിച്ചിട്ട് ഒന്ന് പൊട്ടി പോകുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കുമ്പോൾ അങ്ങനെ ഉതിർന്ന് വീഴും. ആ ഒരു പരുവാണ് കേട്ടോ. പിന്നെ സാധാരണ നമ്മൾ ഇതിനകത്ത് നിറച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ പുട്ട്, ആദ്യത്തെ പുട്ട് ഒന്ന് പൊട്ടിപ്പോയിട്ടോ. ജസ്റ്റ് സൈഡിലൊന്ന് പൊട്ടി. അത് കുഴപ്പമില്ല, പക്ഷെ എൻ്റെ മോൾ അപ്പം തന്നെ അത് കഴിച്ചു കേട്ടോ. ഭയങ്കര ഇഷ്ടമായിട്ട്. ഇപ്പം നമ്മൾ രണ്ടാമത് ഉണ്ടാക്കി, അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. നമുക്ക് കറിയുടെ ഒരു ആവശ്യമില്ല കേട്ടോ. ഞാൻ ചുമ്മാ പറയണതല്ല, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയണേ. ഭയങ്കര ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.
അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം ഞാൻ പോയി വരാം. അടുത്ത വീഡിയോയിൽ കാണുന്നോടം വരെ ബൈ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യണേ. ബൈ.